ഒരുപക്ഷെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് വെറുത്തു പോയൊരു സിനിമ റീൽസിൻ്റെ ഇൻഫ്ലുവൻസിൽ പിന്നെയും കണ്ടപ്പോൾ നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും വരും എന്ന് എന്നോട് പറഞ്ഞൊരു സിനിമയാണ് തമാശ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വേദ് എന്ന ആവറേജ് സ്റ്റുഡൻറ്റ്, മാത്സിൽ വീക്കാണ്, പാരൻസിൻ്റെ എപ്പോഴും പ്രശ്നമാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ കുട്ടി അവൻ്റെ പർപ്പസ് തേടി പോവുകയാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി ഒരു പാഷൻ കണ്ടെത്താനുള്ള യാത്ര. 10 രൂപ കൊടുത്താൽ അരമണിക്കൂറിന് കഥ പറയുന്ന ഒരു സ്റ്റോറി ടെല്ലർ. ഈ സ്റ്റോറി ടെല്ലർ പറയുന്ന കഥകൾ വേദിൻ്റെ ഇമാജിനേഷനായിട്ട് മാറാൻ തുടങ്ങി. ആ ഇമാജിനേഷൻസ് ആണ് പിന്നെ വേദിൻ്റെ കൂടെ ഉണ്ടാവുന്നത്. വേദിന് മാത്സ് മനസ്സിലാവില്ല, അതുകൊണ്ട് എൻജിനീയറിംഗ് പഠിക്കേണ്ടെന്ന് വീട്ടിൽ പറയുമ്പോൾ പുള്ളിയുടെ ഫാദർ കുറേ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേദി ഈ പാത്തിലൂടെ പോകുന്നു. ഇതൊന്നും വേദിന് വേണ്ട, പക്ഷേ ഇത് ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല. സോ ഫോഴ്സ്ഡായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതെന്തിനു ചെയ്യുന്നു, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവാത്ത വേദി എൻജിനീയറിങ് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്യുന്നു. ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേദി ശരിക്കും കുറച്ച് സമയത്തിനെങ്കിലും ഈ റിയാലിറ്റിയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോർസിക്ക വരെ പോകുന്നു. അവിടെ താരയെ കണ്ടുമുട്ടുന്നു. താരയും വേദും കണക്റ്റ് ആവാനുള്ള പ്രധാന കാരണം സ്റ്റോറി ടെല്ലിംഗ് ആണ്. കോർസിക്കയിലെ ആസ്ട്രിക്സ് കാണാനാണ് താര അങ്ങോട്ട് വരുന്നത്, വിച്ച് ഈസ് എ കോമിക്. ഈ സംഭവം മനസ്സിലാക്കിയ വേദൊരു സ്റ്റോറി സിനാരി ഉണ്ടാക്കി എടുക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സിനി ഫയൽസ് ഈ സിനിമയുടെ പേര് ഓരോ എത്ര വേണേലും സംസാരിക്കുമല്ലോ, അതുപോലത്തെ ഒരു സംഭവം മോണ ഡാർലിങ്ങും ഡോണായിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ റിയാലിറ്റി എന്താണ് എന്നൊന്നും അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താര വേദിന് വേണ്ടിയിട്ട് ലവിൽ ഫോളോ ചെയ്യുന്നു. കാരണം വേദ് ഒരു അസാധ്യ ടാലൻ്റുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ്. ഷീ ലവ്സ് ദാറ്റ്. അപ്പോൾ താര അതിനോട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വേദ് അറിയുന്നില്ല. ഇവർ പറയുന്ന പോലെ കോർസിക്കയിൽ നടക്കുന്നത് അവിടെ തന്നെ തീരണം എന്നാണ് വേദും കരുതുന്നത്. പക്ഷേ താരയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. കോർസിക്ക ഇവൻസ് കഴിഞ്ഞിട്ടുള്ള 4 വർഷത്തിൽ താരയ്ക്കൊരു ബ്രേക്കപ്പ് ഉണ്ടാകുന്നു. ഓരോ ഡേറ്റിന് പോകുന്നു, മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്രൊജക്ട്സ് തേടി പോകുന്നു. പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. സോ വേദിനെ തേടിയിട്ട് താര 4 വർഷത്തിന് ശേഷം അന്വേഷണം തുടങ്ങുന്നു. വേദിൻ്റെ കൂടെ നടന്ന ടൈമിൽ വായിക്കാൻ ശ്രമിച്ച ജോസഫ് ഹെല്ലറിൻ്റെ ക്യാച്ച് 22 വായിക്കാൻ പിന്നെ തുടങ്ങുന്നു. മോണ ഡാർലിങ്ങിന് വരുന്ന ഡോണിൻ്റെ മെമ്മറീസാണ് ഇതിനൊക്കെ കാരണം. താര വേദിനെ കണ്ടെത്തുന്നു. താരയ്ക്ക് വേദിനോടുള്ള സകലമാന ഫീലിങ്സും താര എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആൻഡ് അവർ യൂഷ്വൽ തിങ് ചെയ്യാൻ തുടങ്ങുന്നു. സിനിമയ്ക്ക് പോകുന്നു, ഡേറ്റിന് പോകുന്നു, ഫുഡ് അടിക്കുന്നു, പിന്നെയും കാണുന്നു, റിപ്പീറ്റ്. പക്ഷേ താരയ്ക്ക് ഇത് കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. കാരണം ഇത്രയും കാലം കാത്തിരുന്ന ആളെ കിട്ടിയിട്ട് പോലും താര ഇപ്പോഴും ഹാപ്പി അല്ല. അപ്പോഴാണ് താരയ്ക്ക് ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാൻ തുടങ്ങുന്നത്. താരയ്ക്ക് മുന്നേ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത് താര വേദിനോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ വേദ് താരയെ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ താര പറയുന്നു, ഞാൻ അന്വേഷിച്ചു വന്ന വേദ് ഇതല്ല, കോർസിക്കയിൽ ഞാൻ കണ്ട ഡോണാണ്. യു ആർ ഡോൺ, ഇൻ്റർപോൾ ഓഫീസർ. പക്ഷേ ഇപ്പോൾ ഡോൺ അല്ല, ഏതോ പ്രൊഡക്റ്റ് മാനേജറാണ്. താൻ അവിടെയും ചെയ്ത പോലെ ഇവിടെയും ഒരു ആക്റ്റീഡാണ്. അത് ശരിക്കുള്ള വേദല്ല എന്ന് താര പറയുന്നു. പിന്നീട് എന്നിട്ട് ഇവർ തമ്മിലൊരു ബ്രേക്കപ്പും സംഭവിക്കും. താര ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ വേദിന് ഉണ്ടായ മാറ്റം ഞാൻ പറയാം. ലൈഫ് ഇങ്ങനെയാണ്, ജോബ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, സാലറി വാങ്ങുക, ഓൾറെഡി സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് മതി. തനിക്ക് എന്ത് വേണം, താൻ ശരിക്കും ആരാണ് എന്ന് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരും തന്നെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ വേദൊരു പുതിയൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന, ആവറേജായി മീഡിയോക്കറായിട്ട് ജീവിക്കുന്ന ഒരു വേദ്. ഈവൻ ഡ്രസ്സിങ് സ്റ്റൈൽസ്, ബോഡി ലാംഗ്വേജ് എല്ലാം മാറ്റുന്നു. റിയൽ വേദ ആരാണെന്ന് പോലും അന്വേഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് കരുതുമ്പോൾ താര വന്ന് ഈ സർക്കിൾ ബ്രേക്ക് ചെയ്യുന്നു. പാഷൻ എടുത്ത് വെച്ച് മറ്റവരായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ താര കാരണം ഉണ്ടാവുന്ന പ്രശ്നം എന്തെന്നാൽ വേദിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പാഷൻ പൊട്ടിച്ച് പുറത്ത് ചാടുന്നു. പാഷനും പേഴ്സണും തമ്മിലുള്ള ബോണ്ട് ഭയങ്കരമാണ്. എന്നാൽ ഈ പാഷൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന തിരിച്ചറിയ പേഴ്സൺ ഉണ്ടാകുമ്പോൾ പാഷനിലോട്ട് എടുക്കാനുള്ള പേഴ്സൻ്റെ ആവശ്യം ഭയങ്കരമായിട്ട് കൂടി വരും. ഇതാണ് വേദിന് സംഭവിക്കുന്നത്. സോ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പോലെ വേദി ബിഹേവ് ചെയ്യുന്ന സീൻസ് വരുന്നുണ്ട്. അത് ആക്ച്വലി ഫേക്കായ വേദും റിയലായ വേദും തമ്മിലുള്ള സ്ട്രഗിളാണ്. എത്രയൊക്കെ വേദ് തനിക്ക് പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും റിയലായ വേദ് വയലൻസ് ആയ രീതിയിൽ പുറത്തു വരാൻ ശ്രമിക്കുന്നു. വേദിനോട് ഓട്ടോറിക്ഷക്കാരൻ അയാളുടെ പ്രശ്നങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം എന്തെന്നാൽ, ശരിക്കുള്ള എന്നെ ആരും തിരിച്ചറിയില്ല, ഉള്ളിൽ ഞാൻ വേറെ ആരോ ആണ്, പക്ഷെ പുറത്ത് മറ്റൊരാളായിട്ട് നടിക്കുന്നു. ഇതന്നെയാണ് വേദിനും ഉള്ള പ്രശ്നം. പക്ഷേ വേദ് ഇത് തിരിച്ചറിയുന്നത് താര വരുമ്പോഴാണ്. അപ്പോൾ വേദിനൊരു റിയലൈസേഷൻ വന്ന് തുടങ്ങുന്നു.
പുറത്തെന്താണ് ഉള്ളത് എന്ന് പലരും അന്വേഷിക്കുന്നുണ്ടെങ്കിലും അകത്തെന്താണ് ഉള്ളത് എന്ന് അന്വേഷിക്കാൻ വരുന്നത് താര മാത്രമാണ്. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേദിന് ശരിക്കും പ്രശ്നമുണ്ടെന്ന് വേദ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എൻ്റെ പേരൻസിനെ അറിയാത്ത, എൻ്റെ ഫ്രണ്ട്സിനെ അറിയാത്ത എന്നെ 7 ദിവസം കൂടെ നടന്നൊരു പെണ്ണിനെ അറിയാം. സോ വേദിന് എന്താണ് വേണ്ടത് എന്ന് വേദിന് കറക്റ്റ് അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ പാഷൻ ആൻഡ് പേഴ്സൺ തമ്മിലുള്ള പ്രശ്നമാണ്. പാഷൻ ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ എന്തോ ചെയ്യുന്നു. അങ്ങനെ പാഷനിലോട്ട് മടങ്ങിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് പേഴ്സണും ഡാമേജ് ആവാൻ തുടങ്ങുന്നു. എന്തിന് ഇവർക്ക് പ്രശ്നങ്ങൾ, ഞാൻ പിന്നെയും ജോബിനെ ട്രൈ ചെയ്യും എന്ന് പറഞ്ഞ് വേദ ഓരോ ഇൻ്റർവ്യൂസ് ട്രൈ ചെയ്യുന്നു. പക്ഷേ ഒന്നും വർക്കാവുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങോട്ട് ഓടിപ്പോകുന്നു. വീട്ടിലോട്ട് പോയിട്ടുള്ളത് പറയുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും വേദ പഴയ സ്റ്റോറി ടെല്ലറിനെ തേടിയിട്ട് പോകുന്നു. തൻ്റെ കഥയുടെ ബാക്കി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വേദ അയാളോട് ചോദിക്കുമ്പോൾ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിൻ്റെ ബാക്കി പറയുക, നീ ആരെയാണ് പേടിക്കുന്നത്, ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് വേദിനോട് അയാൾ കുറച്ച് സത്യങ്ങൾ പറയുന്നു. ഇത് വേദിന് ഒരു തിരിച്ചറിവ് കൊടുക്കുന്നു. ഇത്രയും കാലം മറ്റൊരാളെ പോലെ ബിഹേവ് ചെയ്തിരുന്ന വേദി ആക്ഷൻ സെൽഫായിട്ട് തിരിച്ചു വരുന്നു. എൻ്റെ കഥ ഞാൻ എഴുതും എന്ന റിയലൈസേഷൻ വേദിന് വരുന്നു. ഒരു കഥ പോലെ തൻ്റെ കാര്യങ്ങൾ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുമെങ്കിലും അവർ കൺവിൻസ് ആവുന്നത് വേദിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ടാലൻസിലൂടെ ആണ്. വേദ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നു, പാഷൻ ഫോളോ ചെയ്യുന്നു, ആൻഡ് ഫൈനലി ഡോൺ റിട്ടേൺസ്. സോ ഇതാണ് തമാശയുടെ എൻ്റെ എക്സ്പ്ലനേഷൻ. ആൻഡ് ഓൾ ഐ ഹാവ് ടു സേ ഈസ് പാഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഓരോ കുഴപ്പത്തിൽ പോയിട്ട് ചാടിയിട്ട് ലൈഫ് സ്പോയിൽ ചെയ്യരുത്, മെൻ്റൽ ഹെൽത്ത് നശിപ്പിക്കരുത്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.